ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ വേർഡിനകത്ത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഓപ്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് മാറ്റർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് ഫൈൻഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഹോമിനകത്ത് ഇവിടെ ഫൈൻഡ് ഓപ്ഷൻ ഉണ്ട്. ഫൈൻഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏത് വേർഡാണോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഇതിനകത്ത് പ്രോഗ്രാം എന്നുള്ള വേർഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ താഴെ തന്നെ കാണിക്കും 6 റിസൾട്ട്സ് ആണുള്ളത്. 6 വേർഡ്സ് ഉണ്ട് പ്രോഗ്രാം എന്നുള്ളത്. അതിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും യൂസ്ഫുൾ ആവുന്നത് നമുക്ക് ഒരുപാട് മാറ്റർ ഉണ്ട്. അതിനകത്തുനിന്ന് ഏതെങ്കിലും വേർഡ്സ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫൈൻഡ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് റീപ്ലേസ് ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ റീപ്ലേസ് ക്ലിക്ക് ചെയ്യുക. ഈ ഫൈൻഡിൻ്റെ ഷോർട്ട് കട്ട് കീ വരുന്നത് Ctrl+F ആണ്. കീബോർഡ് വഴി ചെയ്യുകയാണെങ്കിൽ Ctrl+F കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആ ഓപ്ഷൻ ആക്റ്റീവായിട്ട് കിട്ടും. Ctrl+F. ദെൻ റീപ്ലേസ് എന്നുള്ള ഓപ്ഷന് പകരമായിട്ട് Ctrl+H കൊടുത്താൽ മതി. Ctrl+H കൊടുക്കുകയാണെങ്കിൽ റീപ്ലേസ് ഓപ്ഷൻ ആക്റ്റീവായി കിട്ടും. ഓക്കെ, മെനു വഴി എടുക്കുകയാണെങ്കിൽ ഹോമിൽ റീപ്ലേസ് ക്ലിക്ക് ചെയ്യാം. എനിക്ക് ഈ ഡോക്യുമെൻറ്റിൽ നിന്ന് ഈ ബിസിനസ് എന്നുള്ള വേർഡ് മാറ്റിയിട്ട് അക്കൗണ്ടിങ് എന്നാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ റീപ്ലേസ് ഓപ്ഷൻ എടുക്കുക. അതിൽ ഫസ്റ്റ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഫൈൻഡ് വാട്ട് ബോക്സിനകത്ത് ഏത് വേർഡാണോ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ബിസിനസ് എന്നുള്ളത് അക്കൗണ്ടിങ് ആക്കണം. ദെൻ റീപ്ലേസ് വിത്ത് ബോക്സിനകത്ത് ഏത് വേർഡ് വെച്ചാണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബിസിനസ് എന്നുള്ളത് അക്കൗണ്ടിങ് ആക്കണം. ദെൻ ഇവിടെ ഫൈൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ചെയ്തു, ഫസ്റ്റ് വേർഡ് ഫൈൻഡ് ചെയ്തു. വീണ്ടും ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ബിസിനസ് എന്നുള്ള വേർഡ് ഫൈൻഡ് ചെയ്യും. അതുപോലെ റീപ്ലേസ് കൊടുക്കുകയാണെങ്കിൽ ഓരോന്നായിട്ട് റീപ്ലേസ് ചെയ്യും. ഇനിയിപ്പം ബിസിനസ് എന്നുള്ള എല്ലാ വേർഡ്സും ഈ ഡോക്യുമെൻറ്റിനകത്ത് റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റീപ്ലേസ് ഓൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ വി മെയ്ഡ് 12 റീപ്ലേസ്മെൻറ്റ്സ്. 12 വേർഡ് ഉണ്ടായിരുന്നു ബിസിനസ് എന്നുള്ളത്. അതെല്ലാം അക്കൗണ്ടിങ് എന്ന വേർഡുമായിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഇപ്പോൾ തിരിച്ച് എനിക്ക് അക്കൗണ്ടിങ് എന്നുള്ളത് വീണ്ടും ബിസിനസ് എന്നാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? Ctrl+H എടുക്കുക. ഈ ഫൈൻഡ് വാട്ട് ബോക്സിനകത്ത് അക്കൗണ്ടിങ് കൊടുക്കുക. ഡോക്യുമെൻറ്റിനകത്തുള്ള വേർഡ് അക്കൗണ്ടിങ് ആണ്. അത് മാറ്റിയിട്ട് എനിക്ക് ബിസിനസ് എന്നുള്ള വേർഡ് ആക്കണം. റീപ്ലേസ് വിത്ത് ബോക്സിനകത്ത് ബിസിനസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് ഫൈൻഡ് കൊടുത്തു നോക്കാം. റീപ്ലേസ് ഓൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ വേർഡ്സും റീപ്ലേസ് ചെയ്തു. 12 റീപ്ലേസ്മെൻറ്റ്സ്. മനസ്സിലായോ? ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഇപ്പോൾ കുറച്ച് മാറ്ററൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം നോക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 5-6 പേജിൽ മാറ്റർ ഉണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും വേർഡ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ആരുടെയെങ്കിലും നെയിമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഫൈൻഡ് ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. Ctrl+F ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ വരുന്നത്. ഫൈൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഏത് വേർഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻസ്. വെറുതെ ഒരു വേർഡ് കൊടുത്തു എന്ന് മാത്രം. ഇതിൽ 4 റിസൾട്ട്സ് ആണുള്ളത്. അതിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അതാണ് ഫൈൻഡ് ഓപ്ഷൻ. റീപ്ലേസ് ഓപ്ഷൻ വരുന്നത് Ctrl+H ആണ് ഷോർട്ട് കട്ട് കീ വരുന്നത്. ഇത് ഏതാണോ ഫൈൻഡ് ചെയ്യേണ്ടത് അതിവിടെ കൊടുക്കുക. ഫൈൻഡ് വാട്ട് ബോക്സിനകത്ത് ഏത് വെച്ചാണോ റീപ്ലേസ് ചെയ്യേണ്ടത് റീപ്ലേസ് വിത്ത് ബോക്സിനകത്ത് കൊടുക്കുക. റീപ്ലേസ് ഓൾ കൊടുക്കുകയാണെങ്കിൽ ആ വേർഡ് എല്ലാ വേർഡ്സും നമ്മൾ ഏത് വേർഡ് വെച്ചാണോ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വേർഡ് എല്ലാം റീപ്ലേസ് ആയിട്ടുണ്ടാവും. ഓക്കെ.